ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കപ്പെടുന്നതെല്ലാം കേവലം യാഥാർത്ഥ്യങ്ങളോ നിരീക്ഷണങ്ങളോ മാത്രമാകുന്നു. അവ എന്റെ അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള അഭിപ്രായമായി വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ്. ഡോക്യുമെന്ററിയിൽ ഇസ്ലാമിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളും മറ്റ് ജനറൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടും രണ്ടായി തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഉത്തർപ്രദേശിൽ ആഗ്ര ക്യാന്റിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. രാവിലെ 11 മണിക്ക് ഞങ്ങൾ ആഗ്രയിലെത്തി. യാത്രയിൽ അല്പം പ്രശ്നങ്ങളുണ്ടായത് ആഗ്രയിൽ മാത്രമാണെന്ന് പറയാം. ആഗ്രയുടെ പ്രദേശങ്ങളിലും പിന്നീട് ആദ്യം ഞങ്ങൾ പോയ ഫത്തേപൂർ സിക്രിയിലേക്ക് പോകുന്ന പാതയിലുമൊക്കെ മസാല ദോശയ്ക്ക് 110 രൂപയാണെന്നും ഡ്രൈവർമാർ വളരെ കൗശലമുള്ളവരാണെന്നും മാത്രം ഞാൻ പറഞ്ഞു വെക്കട്ടെ, കൂടുതലായി വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് പോകുന്നവർ ഭക്ഷണവും യാത്രയും സൂക്ഷിക്കുക. ആദ്യം പോയത് ഫത്തേപൂർ സിക്രിയിലേക്കാണ്. ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ ചിശ്തി സിൽസിലയിൽപ്പെട്ട ഹസ്രത്ത് ഷെയ്ഖ് സലീമുദ്ദീൻ ചിശ്തി, സാധാരണഗതിയിൽ സലീം ചിശ്തി എന്ന് വിളിക്കപ്പെടുന്ന മഹാനെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം. മുഗൾ ചരിത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ചരിത്രമാണ് സലീം ചിശ്തിയുടേത്. അക്ബറിന്റെ പല വിജയങ്ങൾക്കും പിന്നിൽ സലീം ചിശ്തിയുടെ ആത്മീയമായ സഹായമുണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. സലീം ചിശ്തിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. കുറെ കാലം മക്കളില്ലാതിരുന്ന അക്ബർ ചക്രവർത്തി മക്കളുണ്ടാകാൻ സലീം ചിശ്തിയുടെ അടുത്ത് മഹാനായ സലീം ചിശ്തിയുടെ ദുആ കാരണമായി അക്ബർ ചക്രവർത്തിക്ക് 3 ആൺമക്കളിൽ ആദ്യത്തെ ആളായ സലീം പിറക്കുകയും പിന്നീട് രാജകുമാരൻ സലീം ജഹാംഗീർ എന്ന പേരിൽ അക്ബർ ചക്രവർത്തിയുടെ പിൻഗാമിയായി മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരം ഏറ്റെടുക്കുകയും ചെയ്തു. മകന് സലീം എന്ന് നാമകരണം ചെയ്തതും സലീം ചിശ്തിയോടുള്ള ബഹുമാനത്തിന് വേണ്ടിയാണ്. ജഹാംഗീറും ജീവിതകാലം മുഴുവനും സലീം ചിശ്തിയെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. ജഹാംഗീറിന്റെ ജഹാംഗീർ നാമ എന്ന കൃതിയിൽ സലീം ചിശ്തിയെക്കുറിച്ച് പ്രതിപാദ്യങ്ങളുണ്ട്. സലീം ചിശ്തി തനിക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങൾ കാരണമായിക്കൊണ്ട് അക്ബർ ചക്രവർത്തി സലീം ചിശ്തിയെ ബഹുമാനിക്കാൻ വേണ്ടി ഫത്തേപൂർ സിക്രി എന്ന വൻ നഗരം തന്നെ പണികഴിപ്പിച്ചു. മാത്രമല്ല മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം തന്നെ ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എല്ലാം സലീം ചിശ്തിയോടുള്ള ബഹുമാനത്തിന് വേണ്ടി മാത്രം. പണി കഴിപ്പിക്കപ്പെടുന്ന സമയത്തു തന്നെ അതിമനോഹരമായിരുന്നു ഫത്തേപൂർ സിക്രിയും സലീം ചിശ്തിയുടെ മസാറും. 1865 ബ്രിട്ടീഷുകാരനായ സാമുവൽ ബോൺ എടുത്ത സലീം ചിശ്തിയുടെ മക്കാമിന്റെ ചിത്രം ലഭ്യമാണ്. ഇന്നും അനേകം ജനങ്ങൾ സലീം ചിശ്തിയുടെ മക്കാമ് സന്ദർശിക്കുന്നു. വിദേശികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ സലീം ചിശ്തിയുടെ മക്കാമിൽ ഒരു നൂൽ ബന്ധിക്കുന്നതായി കാണപ്പെടുന്നു. നൂൽ ബന്ധിക്കുന്നതോടുകൂടി സലീം ചിശ്തിയുടെ അടുത്ത് ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുമെന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്നു. 1569 കാലഘട്ടങ്ങളിൽ 15 വർഷം കൊണ്ടാണ് ഫത്തേപൂർ സിക്രിയുടെ പണി പൂർത്തിയായത്. അക്ബർ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന 9 വിദൂഷകന്മാരായ
നവരത്നങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെയും ചരിത്രങ്ങളുടെ കഥാതന്തു ഇവിടെയാണ് ജന്മമെടുക്കുന്നത്. 5 മൈൽ നീളമുള്ള വൻ മതിലിനാൽ 3 വശത്തും ചുറ്റപ്പെട്ടിരിക്കുന്ന ഫത്തേപൂർ സിക്രി ഒരു വൻ പ്രദേശം തന്നെ ഒരു രാജ്യമാക്കി മാറ്റിയെടുത്തതാണ് എന്ന് പറയാം. അക്ബറിൻ്റെയും ബീർബലിൻ്റെയും കഥ കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ക്കുന്നത് ഈ ഫത്തേപൂർ സിക്രിയിലാണെന്നത് ഒരു വൻ അതിശയം തന്നെയല്ലേ. അനേകം കവാടങ്ങളുണ്ട് ഫത്തേപൂർ സിക്രിക്ക്. ഡൽഹി കവാടം, ലാൽ കവാടം, അഗ്ര കവാടം, ബീർബൽ കവാടം, ചന്ദൻപാൽ കവാടം, ഗോളിയർ കവാടം, തെഹ്റ കവാടം, ഖോർ കവാടം, അജ്മീർ കവാടം എന്നിങ്ങനെ ധാരാളം കവാടങ്ങൾ ഫത്തേപൂർ സിക്രിയുടെ വിവിധ ഭാഗങ്ങളായി ഉണ്ട്. ഫത്തേപൂർ സിക്രിയുടെ കോംപ്ലക്സിനുള്ളിൽ ഒരു വൻ ജമാ മസ്ജിദും കാണപ്പെടുന്നു. ഒരു അമുസ്ലിമായ ഒരു ഹിന്ദു സഹോദരനായ ബീർബലിനെ തൻ്റെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് അക്ബർ ചക്രവർത്തി മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മാതൃക കാണിക്കാനാണ് ശ്രമിച്ചത്. ബീർബലിൻ്റെ വൻ പാലസും നമുക്ക് ഫത്തേപൂർ സിക്രിയുടെ കോംപ്ലക്സിനുള്ളിൽ കാണാം. ഒരു മുസ്ലിം ഭരണത്തിനു കീഴിൽ ഒരു ഹിന്ദു മന്ത്രിക്ക് ലഭിച്ച പരിഗണന എത്രമാത്രമാണെന്ന് ആ കൊട്ടാരം കണ്ടിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക. പൊതുജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദീവാനെ ആം, പ്രത്യേക പ്രതിനിധികളെ സ്വീകരിക്കാനുള്ള ദീവാനെ ഖാസ് എന്നിങ്ങനെ 2 കെട്ടിടങ്ങൾ കാണാം. അതിനോടൊപ്പം ഇബാദത്ത് ഖാന എന്നറിയപ്പെടുന്ന ഇബാദത്തുകൾ നിർവഹിക്കാൻ, അതായത് ആരാധനകൾ നിർവഹിക്കാനുള്ള പ്രത്യേക കെട്ടിടവും കാണാം. അക്ബർ ചക്രവർത്തിയുടെ മുസ്ലിമായ ഭാര്യയ്ക്ക് താമസിക്കാൻ വേണ്ടി ഹുജ്റ അനൂബ് എന്ന സ്ഥലവും മറ്റു രജപുത ഭാര്യമാർക്ക് താമസിക്കാൻ മറിയമുസ്സമാനി എന്ന ഒരു കൊട്ടാരവും കാണാം. പിന്നീട് പോയത് താജ്മഹലിലേക്കാണ്. ഷാജഹാൻ സ്വന്തം പ്രിയതമയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് പണികഴിപ്പിച്ച സൗധം. അർജുമന്ദ് ബാനു എന്നായിരുന്നു മുംതാസിൻ്റെ യഥാർത്ഥ നാമം. ആഗ്രയിൽ അബ്ദുൽ ഹസൻ അസഫ് ഖാൻ എന്ന പേർഷ്യൻ പാരമ്പര്യമുള്ള പിതാവിന് ജനിച്ച മുംതാസ് 19ാമത്തെ വയസ്സിൽ ഷാജഹാൻ്റെ 2ാം ഭാര്യയായി മാറി. വിവാഹം നടക്കുന്ന സമയത്ത് ഖുറം എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരൻ പിന്നീട് ഷാജഹാൻ എന്ന പേര് സ്വീകരിച്ച് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറി. ഷാജഹാന് മുംതാസിൽ നിന്ന് 14 മക്കളാണ് ഉണ്ടായത്. പിന്നീട് ചക്രവർത്തിയായ ഔറംഗസേബ് ഉൾപ്പെടെ. മുംതാസ് മഹൽ ജീവിച്ചിരുന്ന സമയത്ത് പോലും കവികൾ അവരുടെ മഹത്വത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ വാഴ്ത്തി പാടാറുണ്ടായിരുന്നു അത്രേ. പലപ്പോഴും പാവങ്ങൾക്ക് വേണ്ടിയും മറ്റും ഷാജഹാനോട് റെക്കമെൻഡ് ചെയ്യാൻ മുംതാസ് തൻ്റെ കൊട്ടാരത്തിലുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്തിയിരുന്നു. വിശ്വാസപരമായി ഒരു ഷിയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു മുംതാസ് നയിച്ചിരുന്നത് എന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തി കാണാം. ഏതായാലും 17 ജൂൺ 1631 14ാമത്തെ ജന്മം നൽകിക്കൊണ്ട് മുംതാസ് ബീഗം മരണമടഞ്ഞു. ബുർഹാൻപൂരിൽ വെച്ചായിരുന്നു സംഭവം. ഷാജഹാന് അത് സഹിക്കാനായില്ല. ഏകദേശം 1 വർഷത്തോളം ആരോടും സംസാരിക്കാതെ ഷാജഹാൻ തന്നിൽ ഒതുങ്ങിക്കൂടി. ബുർഹാൻപൂരിൽ തന്നെ കബറടക്കിയിരുന്ന മുംതാസ് മഹലിൻ്റെ ശരീരം അവിടെ നിന്ന് വീണ്ടും എടുത്തുകൊണ്ടുവന്ന് ആഗ്രയിൽ ഒരു കൊച്ചു ഗാർഡനിൽ സ്ഥാപിച്ചു. എന്നിട്ട് ഷാജഹാൻ ഒരു തീരുമാനമെടുത്തു, ഒരു മഹത്തായ സൗധം പണിയണമെന്ന്. അതാണ് താജ്മഹൽ. 73 മീറ്റർ ഉയരമുള്ള 1632-നും 1653-നും ഇടയിൽ പണി കഴിപ്പിക്കപ്പെട്ട മഹത്തായ വെളുത്ത മാർബിൾ ഉപയോഗിച്ച വമ്പൻ ഗോപുരം. ഇന്നത്തെ 52.8 ബില്യൺ രൂപയാണ് അന്ന്
അന്നത്തെ കണക്കനുസരിച്ച് മൂല്യമനുസരിച്ച് ചെലവായത് എന്ന് പറയാം. 20,000-ഓളം പണിക്കാർ ഒരുമിച്ച് ഇതിനു വേണ്ടി ഒരേ സമയം വർക്ക് ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ 7 അത്ഭുതങ്ങളിൽ ഒന്നായി ഇന്നും താജ്മഹലിനെ എണ്ണപ്പെടുന്നു. സാധാരണഗതിയിൽ ചുവന്ന കല്ലുകൾ ഉപയോഗിച്ച് പണിയാറുള്ള മുഗൾ കെട്ടിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെളുത്ത മാർബിളുകളാണ് ഇതിൽ ഉപയോഗിച്ചത്. ഖുർആൻ ആയത്തുകളും പേർഷ്യൻ കവിതകളും കാലിയോഗ്രഫി യൂസ് ചെയ്ത് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ഖബറുകളെ കെട്ടിയുയർത്തുന്നത് ഇസ്ലാം നിരോധിച്ച കാരണത്താൽ മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ഖബർ താഴെ ഒരു തട്ടുണ്ടാക്കി അതിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 1076 ഹിജ്റ റജബ് 26-നാണ് ഷാജഹാൻ മരണമടയുന്നത്. മുമ്പിലുള്ള തടാകത്തിനെ ഹൗലുൽ കൗസർ എന്നാണ് ഷാജഹാൻ വിളിച്ചതത്രേ. ബ്രിട്ടീഷുകാർ അധികാരം ഏറ്റെടുത്തപ്പോൾ താജ്മഹലിൻ്റെ പല സവിശേഷതകളും ബ്രിട്ടീഷ് പാരമ്പര്യത്തിലേക്ക് മാറ്റുകയുണ്ടായി. മഹാരാജ ജയ്സിംഗിന് ഒരു കൊട്ടാരം തന്നെ സമ്മാനമായി കൊടുത്തുകൊണ്ടാണ് ആഗ്രയിൽ ഈ സ്ഥലം ഷാജഹാൻ വാങ്ങിയത്. 1000-കണക്കിന് ആനകളാണത്രേ പണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്ത മാർബിൾ എന്നുവേണ്ട പലവിധം കല്ലുകൾ പഞ്ചാബിൽ നിന്നും ടിബറ്റിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും സൗദി അറേബ്യയുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കൊണ്ടുവരികയുണ്ടായി. പിന്നീട് പല അറബ് രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകതകളുള്ള കല്ലുകൾ ആഗ്രയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായി. താജ്മഹലിൻ്റെ പണി കഴിഞ്ഞ് ഉടനെ തന്നെ ഔറംഗസേബ് സ്വന്തം പിതാവായ ഷാജഹാനെ തുറങ്കിലടയ്ക്കുകയും പിന്നീട് മരണപ്പെട്ടപ്പോൾ സ്വന്തം ഭാര്യയുടെ അടുത്തു തന്നെ കബറടക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടിൽ ജാറ്റ് റൂളേഴ്സ് ഭരത്പൂറിലെ ജാറ്റ് ഭരണവംശം താജ്മഹൽ ആക്രമിച്ചപ്പോൾ പല വസ്തുക്കളും നഷ്ടപ്പെടുകയുണ്ടായി. റമദാൻ ഒഴിച്ച് ബാക്കിയുള്ള സമയത്തൊക്കെ താജ്മഹലിലേക്ക് കടക്കാവുന്നതാണ്. പക്ഷേ റമദാനിൽ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ റമദാനിൽ അകത്തേക്ക് സന്ദർശകരെ അനുവദിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. താജ്മഹലിനോട് ബന്ധപ്പെട്ട് ധാരാളം കഥകൾ നിലനിൽപ്പുണ്ട്. ഒരു കറുത്ത താജ്മഹൽ ഈ താജ്മഹലിന് ഓപ്പോസിറ്റായി പണിയാൻ ഷാജഹാൻ തീരുമാനിച്ചു എന്നതാണ് അതിലൊന്ന്. ഇതൊരു മിഥ്യയാണ്. അതിന് തെളിവുകൾ ചരിത്രത്തിൽ ലഭ്യമാകുന്നില്ല. പിന്നീട് രസകരമായ ഒരു കാര്യം, PN ഓക്ക് എന്ന ആൾ കംപ്ലൈൻറ്റ് കൊടുത്തതനുസരിച്ച് താജ്മഹൽ പണി കഴിപ്പിച്ചത് ഒരു ഹിന്ദു രാജാവാണ് എന്ന് കോടതി പ്രഖ്യാപിക്കണമെന്ന് ഒരു പരാതി അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അത് താജ്മഹലിൻ്റെ ചരിത്രത്തിലെ രസകരമായ ഒരു സംഭവമാണ്. പിന്നീട് അമർനാഥ് മിശ്ര എന്ന വ്യക്തി മഹാരാജാവായിരുന്ന പരമാർ ദേവ് 1196-ൽ പണികഴിപ്പിച്ചതാണ് താജ്മഹൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയുണ്ടായി. ഏതായാലും ഇന്നും താജ്മഹൽ ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഒന്നായി നിലനിൽക്കും. പിന്നീട് ഞങ്ങൾക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചത് ഇന്ത്യയുടെ സ്വന്തം ഇമാം അഹ്മദ് റളാ ഖാൻ അഅ്ലാ ഹസ്രത്ത് എന്ന് വിളിക്കപ്പെടുന്ന മഹാപണ്ഡിതന്റെ സന്നിധിയിലേക്കാണ്. ഷവ്വാൽ 10 1272 ബറേലിയിൽ ജനിച്ച് 1340 ഹിജ്റ സഫർ 25 മരണമടഞ്ഞ മഹാനായ അഅ്ലാ ഹസ്രത്ത് ഇന്ത്യയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസധാരകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അഅ്ലാ ഹസ്രത്തിനെ. ആയിരക്കണക്കിന് രചനകൾ, അതും ഇസ്ലാമിക മതവിശ്വാസത്തിൽ നിന്ന് മാത്രമല്ല, നിയമത്തെക്കുറിച്ചും ഫിലോസഫിയെക്കുറിച്ചും സയൻസിനെക്കുറിച്ചുമുള്ള 100 കണക്കിന് രചനകൾ.
അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ പിന്നീട് ഇന്ത്യയിൽ പ്രചാരത്തിലാക്കിയ ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദ്. ജനിക്കുമ്പോൾ ജന്മനാമം മുഹമ്മദ് എന്നായിരുന്നു അത്രേ. പിന്നീട് ഒപ്പിടുമ്പോഴും മറ്റും ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് അബ്ദുൽ മുസ്തഫ എന്ന നാമമാണ്. അതായത് പ്രവാചകന്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൽ മുസ്തഫ എന്ന നാമമാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഇടക്കാലത്ത് സൂഫി രീതികളെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് വഹാബിസവും ദയൂബന്ദി ആശയങ്ങളും ഇന്ത്യ മുഴുവൻ പ്രചാരത്തിലായിക്കൊണ്ടിരുന്ന സമയത്ത് സൂഫി പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന നേതാവാണ് അഅ്ലാ ഹസ്രത്ത്. ആ മൂവ്മെന്റിനെ ഇന്ന് ബറേൽവി മൂവ്മെന്റ് എന്ന് ഇന്ത്യ വിളിക്കുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മൂവ്മെന്റ് എന്നും അതിന് വിളിക്കപ്പെടാറുണ്ട് ചരിത്രത്തിൽ. അതുകൊണ്ടാണ് ഇമാമെ അഹ്ലുസുന്ന എന്ന് അഹ്മദ് റുളാ ഖാൻ അറിയപ്പെടുന്നത്. ലോകത്താകമാനമുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാരുമായി അഹ്മദ് റുളാ ഖാൻ ബന്ധപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് മക്കയിലും മദീനയിലുമുള്ള പണ്ഡിതന്മാരുടെ ഫത്വകൾ ശേഖരിച്ചതിന് ശേഷമാണ് വഹാബി ദയൂബന്ദി ആശയങ്ങളെ അദ്ദേഹം വിമർശിച്ചത്. വഹാബികൾക്കെതിരെ മാത്രമല്ല, അഹ്മദിയ വിഭാഗത്തിനെതിരെയും ഷിയ വിഭാഗത്തിനെതിരെയുമൊക്കെ അനേകം ഗ്രന്ഥങ്ങൾ അഹ്മദ് റിളാ ഖാന്റെ വിരലുകളിൽ നിന്ന് ജന്മമെടുത്തു. കൻസുൽ ഈമാൻ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥവും ഹുസ്സാമുൽ ഹറമൈൻ എന്ന ഫത്വാ ഗ്രന്ഥവും ഹദായ കെ ബക്ഷീഷ് എന്ന് വിളിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന കവിതകളും പ്രധാനപ്പെട്ട രചനകളാണ്. തവസ്സുലിനെയും മൗലിദിനെയും ഒക്കെ അങ്ങേയറ്റം പിന്താങ്ങിയിരുന്ന അഹ്മദ് റുളാ ഖാൻ സൂഫി പാരമ്പര്യത്തിന് ഇന്ത്യയിൽ പുത്തനുണർവ് നൽകി. ഇന്ന് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും UK-യിലും US-ലും എന്ന് വേണ്ട ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അഹ്മദ് റുളാ ഖാന്റെ പിൻഗാമികളുണ്ട്. അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നെടുന്തൂണായി പ്രശോഭിക്കുന്നു. അതീവ ശാന്തമായ അന്തരീക്ഷമുള്ള അഅ്ലാ ഹസ്രത്തിന്റെ മസാറിൽ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു. ആ മഹാപണ്ഡിതന്റെ ഹളുറത്തിൽ നിൽക്കുമ്പോൾ മനസ്സിൽ നിറയെ മനഃശാന്തി നിറയുന്നതുപോലെ. സ്വാതന്ത്ര്യ സമരത്തിലും അനേകം പങ്കുകൾ വഹിച്ച അഅ്ലാ ഹസ്രത്ത് മുസൽമാന്റെ അഭിമാനമാകും. रिसालत पे लाखों सलाम मुस्तफा जाने रहमत